ഇടുക്കിയിലെ ഗ്യാപ്പ് റോഡ് ചെമ്മണ്ണാർ പാത 3 മാസത്തിനിടെ ഈ പാതയിൽ പൊലിഞ്ഞത് 5 പേരുടെ ജീവനാണ്. 2 ഡസനിലേറെ വാഹനങ്ങളാണ് ഇവിടെ അപകടത്തിൽപ്പെട്ടത്. ശാസ്ത്രീയ പഠനം നടത്താതെയാണ് കുത്തനെയുള്ള ഇറക്കത്തോടുകൂടി റോഡ് നിർമ്മിച്ചത് എന്നാണ് ആരോപണം. ചെമ്മണ്ണാർ ഗ്യാപ്പ് റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച കാലം മുതൽ ഇവിടെ അപകടങ്ങളുടെ പരമ്പരയാണ് നടന്നത്. ഗ്യാപ്പ് റോഡ് മുതൽ കാക്കാക്കട വരെയുള്ള 7 കിലോമീറ്ററാണ് അപകട മേഖല. കഴിഞ്ഞ ദിവസം വീടിനുള്ളിലേക്ക് ട്രാവലർ ഇടിച്ചു കയറി കർണാടക സ്വദേശി മരിച്ചതുൾപ്പെടെ 5 ജീവൻ 3 മാസത്തിനിടെ പൊലിഞ്ഞു. വലിയ ഉയരത്തിലുള്ള മലമുകളിലേക്ക് റോഡ് നിർമ്മിച്ചപ്പോൾ യാതൊരു ശാസ്ത്രീയ പഠനവും നടത്തിയില്ല എന്നും ലഭിച്ച DPRന് അനുസൃതമായി നിർമ്മാണം പൂർത്തിയാക്കിയില്ലെന്നുമാണ് ആരോപണം. ഈ കുത്തനെയുള്ള ഇറക്കമായതും 8 കിലോമീറ്ററോളം ഒരേ ഇറക്കം തന്നെയാണ്. പിന്നെ കൂടുതലായിട്ട് ഈ ഡിസ്ക് ബ്രേക്കുള്ള വാഹനങ്ങൾ കൂടുതലായിട്ട് ഈ വഴിക്ക് വരുമ്പോൾ താഴെ എത്തുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് പഴുത്തിട്ട് ബ്രേക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ഇപ്പം നിരവധി ആളുകൾ മരിക്കുകയും ഒരുപാട് വാഹനങ്ങൾ അപകടത്തിൽപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ചെങ്കുത്തായ പ്രദേശത്ത് അപകട സാധ്യത കുറയ്ക്കാൻ ചുരം മാതൃകയിൽ പാത ഒരുക്കേണ്ടതിന് പകരം പല ഭാഗവും നിർമ്മിച്ചിരിക്കുന്നത് കുത്തനെയാണ്. അപകടങ്ങൾക്ക് ഇടയാക്കുന്നത് കൊടും വളവുകളും കുത്തനെയുള്ള ഇറക്കവുമാണ്. അന്യ ജില്ലകളിൽ നിന്നുള്ള വാഹനങ്ങളും ഇരുചക്ര വാഹനങ്ങളുമാണ് അപകടത്തിൽപ്പെട്ടവയിൽ ഏറെയും. ഇപ്പം ഈ ശശിയുടെ വീട്ടിലേക്ക് ഇത് 4ാമത്തെ വണ്ടിയാണ് അപകടം ഉണ്ടാകുന്നത്. ആദ്യം ഇതിലെ ഒരു വണ്ടി പോയി, രണ്ടാമത് ആ പോസ്റ്റ് വളഞ്ഞിരിക്കുന്നത്, പിന്നെ ഇതിലെ ഒരു വണ്ടി പോയി. ഇതാണ്ട പെരയെല്ലാം ഇടിഞ്ഞു പോയേക്കുന്നത്. ഇതിലെ വാട്ടർ ടാങ്ക് എല്ലാവരുടെ പൊട്ടിപ്പോയി. അത് കഴിഞ്ഞിപ്പം ഇത് 4ാമത്തെയാണ്. നിത്യസംഭവം ഇവിടെ. ഇത് റോഡ് പുറത്തുനിന്ന് വരുന്നവർക്ക് പരിചയക്കുറവ്, ഒന്നാമത് കുത്തിറക്കമാണ്. അതിൻ്റെയൊക്കെയാണ് മെയിനായ കാരണങ്ങൾ. കഴിഞ്ഞ ദിവസം ട്രാവലർ ഇടിച്ചു കയറിയ പറയൻകുഴി ശശിയുടെ വീട്ടിലേക്ക് പിന്നെയും 4 വാഹനങ്ങൾ ഇടിച്ചു കയറി. അപകടങ്ങൾ പതിവായതോടെ ആശങ്കയിലാണ് ഈ വീട്ടുകാർ. കൃത്യമായ പഠനം നടത്താതെ റോഡ് നിർമ്മിച്ചതിലൂടെ അധികൃതർ അപകടങ്ങൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ന്യൂസ് 18 ഇടുക്കി.